വാർത്തകൾ വിശദമായി. ശ്രീ രവിശങ്കർ ദില്ലിയിൽ സംഘടിപ്പിക്കുന്ന വിവാദ ആർട്ട് ഓഫ് ലിവിംഗ് പരിപാടി അനിശ്ചിതത്വത്തിൽ. 5 കോടി രൂപ പിഴയൊടുക്കണമെന്ന ഹരിത ട്രിബ്യൂണലിന്റെ സമയപരിധി നാളത്തേക്ക് നീട്ടി. പിഴയൊടുക്കിയില്ലെങ്കിൽ നിയമ നടപടിയെന്നും ട്രിബ്യൂണൽ വ്യക്തമാക്കി. അതിനിടെ മുഖ്യാതിഥിയായ സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ പരിപാടിയിൽ നിന്നും പിന്മാറി. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, ട്രിബ്യൂണൽ ഇപ്പോൾ പിഴയൊടുക്കാനുള്ള സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ മുഖ്യാതിഥി, നാളെ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പിന്മാറിയിരിക്കുന്നു. എന്തൊക്കെയാണ് സമഗ്രമായ വിവരങ്ങൾ? സോമി, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ജസ്റ്റിസ് സ്വതന്ത്രകുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് നാളെ 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 35ാം വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മുമ്പായി തന്നെ ഇത് സംബന്ധിച്ചുള്ള 5 കോടി രൂപയുടെ പിഴത്തുക ഗ്രീൻ ട്രൈബ്യൂണൽ തന്നെ പിഴയായി അടയ്ക്കണമെന്ന് ഇപ്പോൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, പരിസ്ഥിതിയെ വലിയ രീതിയിൽ ഹാനികരമാക്കുന്ന രീതിയിൽ യമുന നദിയുടെ തീരം മണ്ണിട്ട് നിരത്തുകയും ഒപ്പം കൃഷിസ്ഥലങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും 2006 നിയമപ്രകാരമുള്ള ഉത്തരവ് മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടും ഇതിനെതിരെ പിഴ ചുമത്തുമെന്ന് അറിയിച്ചിട്ട് പോലും ഈ പിഴത്തുക നൽകില്ലെന്നാണ് ആർട്ട് ഓഫ് ലിവിംഗ് സംഘാടകരുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയതെന്നും ഈ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ തന്നെ വ്യക്തമാക്കി. മാത്രമല്ല, ജയിലിൽ പോകാൻ വരെ തയ്യാറാണ്. നിയമവ്യവസ്ഥകൾ ഈ ഇത്തരത്തിൽ ഗ്രീൻ ട്രൈബ്യൂണൽ മുന്നോട്ട് വയ്ക്കുന്ന ഈ പിഴത്തുക അടക്കില്ലെന്നും ശ്രീ രവിശങ്കർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതിനെതിരെ തങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും BJP MPയും ഒപ്പം ശ്രീ രവിശങ്കറിന്റെ അനുഭാവിയുമായ മഹേഷ് ഗിരിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം മുഖ്യാതിഥിയായി പങ്കെടുക്കേണ്ട സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ ഈ ചടങ്ങിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മുഖ്യാതിഥിയെ നിശ്ചയിച്ചിരുന്നത് ഈ സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെയാണ്. രാഷ്ട്രപതി പ്രണബ് മുഖർജിയും പിന്മാറിയ സാഹചര്യത്തിലാണ് സിംബാബ്വെ പ്രസിഡന്റ് ഈ ചടങ്ങിൽ നിന്ന് പിന്മാറുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിന് എത്തുമെന്നും ഉദ്ഘാടനം നിർവഹിക്കുമെന്നുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. സോമി, മനു ശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച തൃപ്തികരമല്ലെന്ന് ജോണി നെല്ലൂർ. നാളെ തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞത്. ഇല്ല, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണെന്ന് അവർ അംഗീകരിച്ചു. പക്ഷേ അതിലപ്പുറത്ത് ഒരു തീരുമാനങ്ങളൊന്നും പറഞ്ഞില്ല. തീരുമാനം വൈകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീരുമാനം നേരത്തെ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഞങ്ങളുടേതുപോലുള്ളൊരു കക്ഷിയുടെ സീറ്റ് ചർച്ച ഒന്നും ഇതുപോലെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെയൊന്നുമില്ല. ഏതായാലും ഇന്നത്തെ ചർച്ചകൾ ഞങ്ങൾക്ക് തൃപ്തികരമല്ല. അല്ല ഇന്ന് തീരുമാനം എടുക്കാത്തതുകൊണ്ട് ഇല്ല, അതൊന്നുമല്ല. ഇന്നത്തെ ചർച്ച പൊതുവെ ഞങ്ങൾക്ക് തൃപ്തികരമല്ല. ഒന്നും പറഞ്ഞില്ല. നാളെ ബാക്കി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അതിപ്പോൾ നാളെ ഞങ്ങൾക്ക് ചിലപ്പോൾ സൗകര്യം ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോകേണ്ട കാര്യമുണ്ട്. അതേസമയം UDFുമായുള്ള സീറ്റ് ചർച്ച തൃപ്തികരമായിരുന്നു എന്നാണ് CMP നേതാവ് CP ജോണിന്റെ പ്രതികരണം. ഇന്ന് ചർച്ച നടന്നു. ഞങ്ങളുടെ 2ാം വട്ട ചർച്ചയാണ്. പൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങൾ 15-ാം തീയതി, മാർച്ച് 15-ാം തീയതി തന്നെ ഉണ്ടാകും. ഞങ്ങളുടെ കാര്യത്തിൽ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് UDF നേതൃത്വം പറയും. പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് തീരുമാനങ്ങളായിട്ടില്ല. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഞങ്ങൾ 3 സീറ്റാണ് ചോദിച്ചത്. അതിൽ കുന്നംകുളം സീറ്റും മറ്റ് 2 സീറ്റുകളും എന്നുള്ള പ്രപ്പോസലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഏറെക്കുറെ ചില ധാരണകൾ UDF നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട്. 15-ാം തീയതി അത് അവർ തന്നെ പറയുന്നതാണ് ഭംഗി. എന്തോ ചില മുന്നോട്ടുള്ള പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും മുന്നോട്ട് പോയിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവരായി ഡിസ്കസ് ചെയ്തിട്ടില്ല. ചർച്ചകൾ പോസിറ്റീവാണ്. CMPയുമായിട്ട് ചർച്ചകൾ പോസിറ്റീവാണ്. ഇപ്പോൾ ഘടകകക്ഷികളുമായുള്ള ചർച്ചയുടെ കൂടുതൽ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, ചർച്ചയിൽ തൃപ്തി എന്നാണ് CMP പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം ജേക്കബ് ഗ്രൂപ്പിന് ചർച്ചയിൽ തൃപ്തിയില്ല. ഇവരുമായിട്ടുള്ള ചർച്ച നാളെ പുരോഗമിക്കാൻ ഇരിക്കുന്നു. ഏകദേശം ഒരു സമവായത്തിലെത്താനെങ്കിലും സാധിച്ചിട്ടുണ്ടോ?
സ്വാമി, അങ്ങനെ പറയാൻ സാധിക്കില്ല. നിലവിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ഒപ്പം CMPയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഉഭയകക്ഷി ചർച്ചയാണ് പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ ജേക്കബ് വിഭാഗവുമായിട്ടുള്ള ചർച്ച അലസിപ്പിരിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രധാനമായും 4 സീറ്റുകളാണ് ജേക്കബ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ 4 സീറ്റുകളിൽ പിറവം, അങ്കമാലി സീറ്റുകളാണ് ജേക്കബ് വിഭാഗത്തിൻ്റെ പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ പിറവം നൽകാമെന്ന് കോൺഗ്രസ് അറിയിച്ചെങ്കിലും അങ്കമാലിയുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവുമായിട്ടില്ല. ജേക്കബ് ഗ്രൂപ്പ് ചെയർമാനായ ജോണി നെല്ലൂരാണ് തനിക്ക് മത്സരിക്കാനായി അങ്കമാലി സീറ്റ് ഇത്തവണ ലഭിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്കമാലിയുടെ കാര്യത്തിൽ നിലവിൽ യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജോണി നെല്ലൂർ ചർച്ച ഒട്ടും തൃപ്തികരമല്ല എന്ന രീതിയിൽ പ്രതികരിച്ചത്. ഇതുവരെയുള്ള ചർച്ചയിൽ യാതൊരു തീരുമാനവും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിൽ നിന്നും അങ്കമാലി സീറ്റ് സംബന്ധിച്ച് യാതൊരു ധാരണയ്ക്ക് പോലും കോൺഗ്രസ് ചർച്ചയിൽ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ മറ്റു 2 സീറ്റുകളുടെ കാര്യത്തിലും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ചർച്ച തുടരും. നാളെ വീണ്ടും ചർച്ച നടക്കുമെന്നാണ് ജേക്കബ് ഗ്രൂപ്പ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പിറവം നൽകാമെങ്കിലും അങ്കമാലി വിട്ടു നൽകാനാവില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിൽ സ്വീകരിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ CMPയുമായിട്ടുള്ള ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്നാണ് CP ജോൺ പറഞ്ഞത്. കുന്നംകുളം സീറ്റാണ് CMP പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. ഒപ്പം മറ്റ് 2 സീറ്റുകളും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ കൂടുതൽ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും കുന്നംകുളം നിലവിൽ CMPക്ക് നൽകാമെന്നാണ് കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CMP ഏറെക്കുറെ തൃപ്തികരമായാണ് ചർച്ചയ്ക്ക് ശേഷം മടങ്ങിപ്പോയത്. എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം UDF യോഗം 15-നായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് CP ജോൺ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 2 കക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗവും JDUവുമായുള്ള ചർച്ചയാണ് നടക്കേണ്ടത്. ചർച്ചകൾക്കായി കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിയും PJ ജോസഫും ജോയ് എബ്രഹാമും ക്ലിഫ് ഹൗസിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ മാണി വിഭാഗവുമായുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത്. അതിനുശേഷം ജനതാദൾ യുണൈറ്റഡുമായും കോൺഗ്രസ് ചർച്ച നടത്തും. എന്തായാലും എല്ലാ കക്ഷികളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അല്പം സങ്കീർണമായി തന്നെയാണ് കോൺഗ്രസിൻ്റെ UDFിലെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സീറ്റ് വിഭജനത്തിൽ ഇടതുമുന്നണിയിൽ ഉഭയകക്ഷി ചർച്ച തുടരാൻ ഇന്ന് ചേർന്ന LDF യോഗം തീരുമാനിച്ചു. അടുത്ത LDF യോഗം ഈ മാസം 19-ന് ചേരും. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? LDF യോഗം ഈ മാസം 19-ന് വീണ്ടും ചേരും. ഉഭയകക്ഷി ചർച്ച തുടരും. ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സംബന്ധിച്ച് LDF യോഗം ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ LDF-ന് പുറത്തുള്ള ഘടകകക്ഷികളെ ഏത് രീതിയിൽ സഹകരിപ്പിക്കണം എന്നുള്ളത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. പരമാവധി എല്ലാ LDF-ന് പുറത്തുള്ള ഘടകകക്ഷികളെ, LDF-ന് പുറത്തുള്ള പാർട്ടികളെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാടാണ് അന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉഭയകക്ഷി ചർച്ച തുടരുകയും ചെയ്യും. 19-ാം തീയതിയാണ് LDF-ന്റെ യോഗം വീണ്ടും ചേരുക. അന്ന് ഏതാണ്ട് അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ഉഭയകക്ഷി ചർച്ചയിലൂടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അതിനുശേഷം 19-ന് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുകയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം LDF-ൽ ഉണ്ടാവുകയും ചെയ്യും. KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് വൻകിട പദ്ധതിയുടെ പേരിൽ വീണ്ടും വയൽ നികത്താൻ ഉത്തരവ്. കൊടിമത മൊബിലിറ്റി ഹബിന് വേണ്ടി നാട്ടകം വില്ലേജിലെ 125 ഏക്കറാണ് നികത്തുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നത് മുഖ്യമന്ത്രി ചെയർമാനായ സമിതിയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് കോടിമത മൊബിലിറ്റി ഹബിനായി കോട്ടയം നാട്ടകം വില്ലേജിൽ വയൽ നികത്താൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. 100 മുതൽ 125 ഏക്കർ പാടം പദ്ധതിക്കായി സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുനൽകുന്നവർക്ക് നൽകുന്ന വയലിന്റെ 50% നികത്തിയെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ജോസ് കെ മാണി MPയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം വൈറ്റില ഹബിന് സമാനമായ കോടിമത മൊബിലിറ്റി ഹബ്ബ് പദ്ധതി രൂപം കൊണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയർമാനായ കോടിമത മൊബിലിറ്റി ഹബ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ. 2015 നവംബർ 29-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവേണിംഗ് ബോഡി യോഗത്തിലാണ് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത അപൂർവമായ ഉത്തരവിട്ടത്. പാടി ആക്ട് പ്രകാരം സംസ്ഥാനതല പരിശോധനാ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ വൻകിട പദ്ധതികൾക്ക് നെൽവയൽ നികത്താൻ കഴിയൂ. എന്നാൽ പുറത്തിറങ്ങിയ ഉത്തരവിൽ ഇത്തരം അനുമതിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ബസ് ടെർമിനൽ കോംപ്ലക്സ്, കൺവെൻഷൻ സെന്റർ, എക്സിബിഷൻ സെന്റർ, ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫാമുകൾ, മത്സ്യഫാമുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നിർദ്ദിഷ്ട കോടിമത ഹബ്ബ് മുൻപോട്ട് വയ്ക്കുന്നത്. 125 ഏക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും പദ്ധതി പൂർത്തിയാക്കാൻ കുറഞ്ഞത് 250ഓളം ഏക്കർ ഭൂമി ആവശ്യം വരും. ലെസ്ലി ജോൺ, ഇടുക്കി.
പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായ ആവശ്യത്തിന് പാട്ടത്തിന് നൽകാമെന്ന് സർക്കാർ. വികസന മേഖലകളിൽപ്പെട്ട ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുക. ഭൂമി വിലയ്ക്ക് വാങ്ങിയും പാട്ടത്തിന് നൽകും. ഇതിനായി പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വികസന മേഖലയുമായി ബന്ധപ്പെട്ട് 1968 കൊണ്ടുവന്ന ഉത്തരവിലാണ് വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഉത്തരവിൽ ജനുവരി 30 തീയതി കാണിച്ചിട്ടുള്ളത് എങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് ഇറങ്ങിയത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൈമാറിയ ഭൂമി, സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമി എന്നിവയാണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക. ഇതിനായി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കും. വ്യാവസായിക ആവശ്യമെന്ന നിർവചനത്തിൽപ്പെടുന്ന ഏതാവശ്യത്തിനും ഭൂമി പാട്ടത്തിന് നൽകും. സാധനങ്ങളുടെ നിർമ്മാണം, ഉൽപ്പാദനം, ഹോട്ടൽ, ഗോഡൌൺ, പെട്രോൾ പമ്പുകൾ, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവയ്ക്കും ഭൂമി നൽകും. 30 വർഷത്തേക്കാണ് പാട്ടം. വ്യവസായ വികസന മേഖലയുടെ 5% അധികരിക്കാത്ത ഭൂമിയാകും സേവന വ്യവസായങ്ങൾക്ക് അനുവദിക്കുക. പാട്ടക്കരാർ പൂർണ്ണമായി പാലിച്ചാൽ അടുത്ത 30 വർഷത്തേക്ക് കൂടി പാട്ടം നീട്ടി നൽകും. ഫലത്തിൽ വികസന മേഖലയിൽ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനുള്ള ലൈസൻസായി മാറും പുതിയ ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന എസ്റ്റേറ്റിന് കരമടയ്ക്കാൻ സർക്കാർ അനുമതി. നെല്ലിയാമ്പതിയിൽ പോപ്സ് ഗ്രൂപ്പിന്റെ കൈവശമിരിക്കുന്ന കരുണ എസ്റ്റേറ്റിന് കരമടയ്ക്കാനാണ് റവന്യൂ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. 833 ഏക്കർ വരുന്ന ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കണമെന്ന് റവന്യൂ വകുപ്പ് നിയോഗിച്ച സമിതി ശുപാർശ നൽകിയ ഭൂമിയാണ് ഇത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോടതിയിൽ തർക്കം നിലനിൽക്കെയാണ് കരമടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുൻപാണ് പോപ്സ് ഗ്രൂപ്പിന് അനുകൂലമായി ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. പോപ്സ് ഗ്രൂപ്പ് കൈവശം വച്ചിരിക്കുന്ന 833 ഏക്കർ ഭൂമിക്ക് 2015-2016 സാമ്പത്തിക വർഷത്തെ കരമടയ്ക്കാനാണ് അനുമതി. കരമടയ്ക്കാൻ കമ്പനി നൽകിയ അപേക്ഷയിലാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. പ്രസ്തുത ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ടതാണെന്ന് സർക്കാർ നിയോഗിച്ച സമിതി 2014 കണ്ടെത്തിയിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പോപ്സ് ഗ്രൂപ്പ് ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് തീർപ്പാക്കുന്നതിന് മുൻപ് ധൃതി പിടിച്ച് കരമടയ്ക്കാൻ എന്തിന് സർക്കാർ അനുമതി നൽകിയെന്നത് വിചിത്രമാണ്. 2014 കരുണ എസ്റ്റേറ്റിന് നികുതി അടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയെങ്കിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. കരമടയ്ക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് കാരണമാകുന്നില്ലെന്നും മറ്റു ചില കേസുകളിൽ കോടതി വിധിയുണ്ടെന്ന വിചിത്രവാദം നിരത്തിയുമാണ് കരമൊടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രി CN ബാലകൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണം. തൃശൂരിലെ കൺസ്യൂമർ ഔട്ട്ലെറ്റിലെ പണം തിരിമറിയിൽ തൃശൂർ വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൺസ്യൂമർ ഫെഡിന്റെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലുള്ള മദ്യവിൽപ്പനശാലയുടെ ഒരു ദിവസത്തെ വിറ്റുവരവിൽ നിന്ന് 1 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിന് കൈമാറിയെന്ന പരാതിയിലാണ് കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2011 നവംബർ 19 പടിഞ്ഞാറേക്കോട്ടയിലെ മദ്യവിൽപ്പനശാലയുടെ വരുമാനം 3,85,000 രൂപയായിരുന്നു. ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ കൺസ്യൂമർ ഫെഡ് MDയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിയുടെ ഓഫീസിന് കൈമാറിയെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ബില്ലടക്കമുള്ള തെളിവുകൾ പരാതിക്കാരനായ ജോർജ് വട്ടുകുളം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് വിശദമായി പരിശോധിച്ച ശേഷമാണ് മന്ത്രി CN ബാലകൃഷ്ണനെതിരെ അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. ജോർജ് വട്ടുകുളത്തിന്റെ പരാതി പ്രകാരം കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി ആരോപണത്തിൽ മന്ത്രിക്കെതിരെ ത്വരിതാന്വേഷണത്തിന് നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം പുതിയ പരാതിയും അന്വേഷിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഏപ്രിൽ 4 അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രശ്മി ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 74ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം 12, 13 തീയതികളിൽ മലപ്പുറത്ത് നടക്കും. ടൗൺ ഹാളിൽ സംവിധായകൻ കമൽ മേള ഉദ്ഘാടനം ചെയ്യും. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ, ഡോക്യുമെന്ററി വിഭാഗങ്ങളിലാണ് പ്രദർശനം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, പബ്ലിക് റിലേഷൻ വകുപ്പ്, സംസ്ഥാന ഫിലിം സൊസൈറ്റി എന്നിവരുമായി സഹകരിച്ചാണ് ചലച്ചിത്രമേള. വൈവിധ്യമായ സിനിമകൾ പ്രദർശനത്തിനുള്ളതായി സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മണമ്പൂർ രാജൻ ബാബു, അനിൽ കുറുപ്പത്ത്, മുഹമ്മദ് കോയ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കല്യാൺ സിൽക്സിന്റെ കാസർഗോഡ് ഷോറൂം നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 4 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ളതാണ് ഷോറൂം. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സർക്കാർ സർവീസിൽ നിന്നും ഡോക്ടർ ഷാഹിർ ഷാ,
സന്നദ്ധ സേവന മേഖലയിൽ നിന്നും ഡോക്ടർ YS മോഹൻകുമാർ, സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ PA ലളിത എന്നിവരാണ് അവാർഡിന് അർഹരായത്. മാർച്ച് 15-ന് തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കൈരളി പീപ്പിൾ TV ഇത് രണ്ടാം തവണയാണ് ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേരള സർവകലാശാല മുൻ VC-യും ന്യൂറോ സർജനുമായ ഡോക്ടർ B. ഇക്ബാൽ, ജനകീയാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ V. രാമൻകുട്ടി, സൈക്കോളജിസ്റ്റ് T. പാർവതി എന്നിവരടങ്ങിയ വിധിനിർണയ സമിതി ജനകീയ നാമനിർദ്ദേശത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഒരു സർക്കാർ ആശുപത്രിയുടെ എല്ലാ പരിമിതികളോടും പടവെട്ടി അത്യന്താധുനിക സേവനങ്ങൾ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കിയതാണ് ഡോക്ടർ ഷാഹിർ ഷായെ അവാർഡിന് അർഹനാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് ഡോക്ടർ ഷാഹിർ ഷാ. വൻകിട ആശുപത്രികളിൽ മാത്രം കണ്ടുവരുന്ന വേദനരഹിത സാധാരണ പ്രസവം ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ നടപ്പാക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അത്യന്താധുനിക ലേബർ സ്യൂട്ട്, ഡയാലിസിസ് യൂണിറ്റ്, ക്യാൻസർ കെയർ പദ്ധതി, ഓക്സിജൻ യൂണിറ്റ് എന്നിവയെല്ലാം ഡോക്ടർ ഷാഹിർ ഷായാണ് ഇവിടെ നടപ്പിലാക്കിയത്. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയെക്കുറിച്ച് ലോകത്തെ ആദ്യമായി അറിയിക്കുകയും അവരുടെ അതിജീവനത്തിന്റെ പാതയിൽ ഊർജം പകരുകയും ചെയ്ത ആതുര ശുശ്രൂഷകനാണ് ഡോക്ടർ YS മോഹൻകുമാർ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് വഴിവിളക്കായത് ഡോക്ടർ മോഹൻകുമാറിന്റെ ഇടപെടലുകളായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രിയ ഡോക്ടറാണ് ഡോക്ടർ YS മോഹൻകുമാർ. ചികിത്സാ വൈദഗ്ധ്യവും ഭരണപാഠവും ഒത്തുചേർന്ന ബഹുമുഖ പ്രതിഭയാണ് കോഴിക്കോട്ടെ മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ PA ലളിത. സന്നദ്ധ സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കോഴിക്കോട്ടെ നിറസാന്നിധ്യം കൂടിയാണ് ഡോക്ടർ ലളിത. സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമാക്കി ഡോക്ടർ ലളിത നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മാർച്ച് 15-ന് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്.